Hi everyone. In this section, we will be dealing with the last section of the third module. The topics going to be covered are effective modular design, top-down, bottom-up strategies, and stepwise refinement. മോഡുലാർ ഡിസൈൻ നമ്മൾ ഓൾറെഡി മോഡുലാരിറ്റി അതിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മോഡുലാർ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ ഹാവിങ് മോഡ്യൂൾസ്. നമുക്ക് വേണ്ട നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ കുറേ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ മോഡ്യൂൾസും നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് കോംപ്ലെക്സിറ്റി. പിന്നെ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ റിസൾട്ട് ഈസിയർ ആയിരിക്കും ഫോർ സപ്പോർട്ടിംഗ് പാരലൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി സിസ്റ്റം. When we are going to develop a system, we divide that system into many modules according to our convenience. So at that time, each system or each modules will be having its own output and it can be used as the input for next upcoming module. അങ്ങനെ ഓരോ മോഡ്യൂളിലുള്ള ഔട്ട്പുട്ട്സ് എടുത്തിട്ട് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ആ ഹോൾ സിസ്റ്റത്തിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മോഡ്യൂൾ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ടെൽ ദാറ്റ് സിസ്റ്റം ടു ബി അണ്ടർഗോയിങ് എ മോഡ്യുലർ ഡിസൈൻ. So here we mainly focus on the functional independence. Basically, it is achieved by developing modules with single-minded function. Single-minded function എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അത് ഒരു കാര്യം വേണ്ടി മാത്രം ചെയ്യാൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. വി സേ ഇറ്റ് ആസ് സിംഗിൾ മൈൻഡഡ് ഫംഗ്ഷൻ. അപ്പോൾ സിംഗിൾ മൈൻഡഡ് ഫംഗ്ഷൻ that is basically functional independence is achieved through developing the modules using single-minded functions. Next, we will come to understand what is modularity in detail. So there are many definitions actually for a term module. So we are focusing on different programming languages like Fortran, Ada, then Pascal, C, C++, Java. അപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോഴും ഓരോ ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള മോഡുലാരിറ്റി ഡെഫിനിഷൻസ് ഉണ്ട്. സോ മോഡുലാർ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് മാനേജബിൾ ആയിട്ടുള്ള നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സും അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർഫേസസും ആ യൂണിറ്റ്സിൽ കൺസിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ദ PPT. A modular system consists of a well-defined manageable units with well-defined interfaces among the units. You can see some properties over there. That is well-defined subsystem, well-defined purpose, can be separately compiled and stored in a library. അതുപോലെ ഓരോ മോഡ്യൂളിനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു മോഡ്യൂളിന് വേറെ മോഡ്യൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറൊന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇതെല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ്. So it is basically a single attribute of software that allows a program to be intellectually manageable. അപ്പോൾ നമ്മളൊരു വലിയൊരു കാര്യം ഒറ്റയടിക്ക് ചെയ്തതിനേക്കാളും വലിയൊരു കാര്യം ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പം അതനുസരിച്ച് അതിൻ്റെ ആക്യുറസി ആണെങ്കിലും അഡ്വാൻറ്റേജസ് ആണെങ്കിലും എല്ലാം ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. നമുക്ക് ഇവിടെ നമുക്ക് കോസ്റ്റും ടൈമും എല്ലാം നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ഫോക്കസിങ് ഓൺ ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ ഫേസസ്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഫേസസ് തന്നെ നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ ടീമിനും അസൈൻ ചെയ്ത് കൊടുക്കുമ്പം അതനുസരിച്ച് നമ്മുടെ വർക്ക് മാനേജബിൾ ആകും. ഹെൻസ് ആസ് എ റിസൾട്ട് വി ക്യാൻ എൻഹാൻസ് ദ ഡിസൈൻ ക്ലാരിറ്റി. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡീബഗിങ് ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ടെസ്റ്റിംഗ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും ഇനി വരുന്ന അപ്കമിങ് ഫേസസ് ഓഫ് ദാറ്റ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് എല്ലാം എളുപ്പമാവാൻ സാധിക്കും. ദാറ്റ് ഈസ് മെൻഷൻഡ് യൂസിങ് ദിസ് മോഡുലാരിറ്റി. Next, we have functional independence. Functional independence, as I already mentioned, it is by developing the modules with single-minded function. അതായത് എക്സസീവ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഉണ്ട്. അത് മോഡ്യൂൾസ് ആയിട്ട് ജസ്റ്റ് ഇൻട്രാക്ഷൻ മോഡ്യൂൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു മോഡ്യൂൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു മോഡ്യൂൾ ഉള്ളത്. ഒരു മോഡ്യൂളും വേറെ മോഡ്യൂളും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. So each module have the ability to address a specific sub-function of requirement, and also it will be having a simple interface when we are viewing that program structure from other parts of the program. നമ്മൾ ഏത് രീതിയിൽ മോഡ്യൂൾസ് നോക്കുമ്പം ആ ഏത് മോഡ്യൂളിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു സിംഗിൾ എയിമേ ഉണ്ടാവുള്ളൂ. ആ എയിം സാറ്റിസ്ഫൈ ചെയ്യാനാണ് വി ആർ യൂസിങ് ദാറ്റ് particular single-minded function. And as the name suggests also, all these functions are independent.
So basically we focus on the independency of this function, and they are important because they are easy to develop, and also in testing case and maintenance case also they are easy. Error propagation is also reduced, and also the reusing of modules is also possible. ഈ 4 പോയിന്റ് കാരണമാണ് നമ്മൾ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഓഫ് ദിസ് 4 പ്രോപ്പർട്ടീസ്. ഈ 4 കാരണം കൊണ്ടാണ് നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാം. നെക്സ്റ്റ് വി ക്യാൻ സമ്മറൈസ് വാട്ട് ഇസ് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. സോ ഇത്ര എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ഒരു ഗുഡ് ഡിസൈനിന് വേണ്ടിയിട്ടൊരു കീ ആണ്. അതനുസരിച്ച് നമുക്ക് ഈ കീ നമുക്ക് നല്ലോണം ഡിസൈൻ ചെയ്താൽ അതനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി കൂടും. സോ ക്വാളിറ്റി കൂടിയാൽ തന്നെ ആ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാനും അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 2 ക്വാളിറ്റേറ്റീവ് ക്രൈറ്റീരിയ. വൺ ഇസ് കൊഹഷൻ ആൻഡ് അതർ വൺ ഇസ് കപ്ലിംഗ്. കൊഹഷൻ ആൻഡ് കപ്ലിംഗ് എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മുടെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് വെച്ച് നമ്മൾ സമ്മറൈസ് ചെയ്ത കാര്യങ്ങൾ അത് നമ്മുടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി കൂട്ടും എന്ന് നമ്മുടെ കണ്ടെത്തലാണ്. സോ എത്രത്തോളം സോഫ്റ്റ്വെയർ ക്വാളിറ്റി കൂട്ടി എന്നുള്ള മെഷർമെൻറ്റ് എടുക്കാനാണ് വി ആർ യൂസിങ് ദിസ് കൊഹഷൻ ആൻഡ് കപ്ലിംഗ്. കൊഹഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡ്യൂളിൽ എത്രത്തോളം സ്ട്രെങ്ത് ആണ്, എത്രത്തോളം ഇറ്റ് ഈസ് പ്രൊവൈഡിങ് എ റിലേറ്റീവ് ഫങ്ഷണൽ സ്ട്രെങ്ത്. ഇറ്റ് ആക്ച്വലി covers the measure of the relative functional strength of the module. ആ ഒരു മോഡ്യൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം അത് എല്ലാം നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിൽ എത്തിയില്ലെങ്കിലും അറ്റ് എ സർട്ടൻ പോയിന്റ് വി ക്യാൻ മെഷർ ഇറ്റ്സ് സ്ട്രെങ്ത്. അങ്ങനെ സ്ട്രെങ്ത് മെഷർ ചെയ്തിട്ട് ക്വാളിറ്റേറ്റീവ്ലി പ്രഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ആൻസേഴ്സ് ആണ് വി കോൾ ഇറ്റ് ആസ് കൊഹഷൻ. ദെൻ കപ്ലിംഗ് എന്ന് പറയുന്നത് ആ ഒരു മോഡ്യൂൾസ് തമ്മിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മോഡ്യൂൾസ് തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ് മെഷർ ചെയ്യാൻ, ഹൗ മച്ച് ദേ ആർ ഡിപ്പെൻഡൻറ്റ് ടു വൺ അനദർ ആൻഡ് ഹൗ മച്ച് ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്യാനുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ് കപ്ലിംഗ്. സോ ദീസ് 2 ആർ ദ ഫാക്ടേഴ്സ് ഫോർ മെഷറിംഗ് ദ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്. സോ വി വിൽ ഫൈൻഡ് കൊഹഷൻ ആൻഡ് കപ്ലിംഗ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ കൊഹഷൻ. കൊഹഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ഹൈഡിങ് കൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷനാണ് കൊഹഷൻ. അതായത് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഹൈഡ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഈ ഇൻഫർമേഷൻ ഹൈഡിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ കൊഹഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടൈംലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ് കൊഹഷൻ. അപ്പം ഒരു മോഡ്യൂൾ നമ്മൾ കൊഹഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു സിംഗിൾ ടാസ്ക് ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഒരു സോഫ്റ്റ്വെയർ പ്രൊസീജിയർ തന്നെ ഒരു മോഡ്യൂൾ ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ബി പെർഫോമിങ് എ സിംഗിൾ ടാസ്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒന്നിൽ കൂടുതൽ മോഡ്യൂൾസിന് തമ്മിൽ ഇൻറ്ററാക്ഷൻസ് വേണ്ടി വരും. അപ്പം അവർ വേറെ പ്രോഗ്രാംസ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫങ്ഷൻ കോളിംഗ് അല്ലെങ്കിൽ സബ് റുട്ടീൻ കോളിംഗ് അങ്ങനത്തെ സമയത്തെല്ലാം ഒരു പ്രോഗ്രാം വേറൊരു പ്രോഗ്രാം അല്ലെങ്കിൽ വേറെ സെറ്റ് ഓഫ് ഫങ്ഷനെ വിളിക്കുമ്പം അവിടെ ഇൻറ്ററാക്ഷൻസ് നടക്കുകയാണ്. So during a cohesive module, it performs a single task within a software procedure, and it also requiring little interaction with the procedure, and that is being performed there. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൊഹസീവ് മോഡ്യൂളിന് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഐഡിയലി യൂസ് ചെയ്യുന്നത്. വി ഓൾവേസ് ട്രൈ ഫോർ ഹൈ കൊഹഷൻ. അതായത് കൊഹഷൻ എപ്പോഴും ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടാനാണ് നമ്മൾ എപ്പോഴും നോക്കുക. അതായത് നമ്മളെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ അതൊരു ഹൈ കൊഹഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. So a designer should always avoid low levels of cohesion when modules are designed. അപ്പോൾ എപ്പോഴും നമ്മൾ കൊഹഷൻ ഒരു ഹൈ ലെവലാവുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ എല്ലാ മോഡ്യൂൾസും ഡിസൈൻ ചെയ്യാൻ. ലോ ലെവൽസ് ആയിട്ടുള്ള ഡിസൈന് എപ്പോഴും ഒഴിവാക്കാൻ നോക്കുക. നെക്സ്റ്റ് വി ഹാവ് എ സിമ്പിൾ ഫിഗർ. ഇതൊരു എംപ്ലോയിഡ് സാലറി റിപ്പോർട്ട് ഫിഗറാണ്. ഇവിടെ ആവറേജ് സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഓരോ മോഡ്യൂൾസും നമുക്കുണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ യു ക്യാൻ സീ ഇൻ ദ ഫസ്റ്റ് സർക്കിൾ, അതായത് പ്രൊഡ്യൂസ് എംപ്ലോയി സാലറി റിപ്പോർട്ട്, ആൻഡ് ദ സെക്കൻഡ് മോഡ്യൂൾ ഇസ് കാൽക്കുലേറ്റിംഗ് ആവറേജ് സാലറി. ശരിക്കും ഇത് നമുക്ക് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എംപ്ലോയി സാലറി കിട്ടുന്ന അപ്പം തന്നെ ആവറേജ് കണ്ടുപിടിക്കാം. ബട്ട് ടു പ്രൊവൈഡ് ഹൈ കൊഹഷൻ നമ്മളത് രണ്ട് മൊഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിവിടെ 2 സെപ്പറേറ്റ് ഔട്ട്പുട്ടായിട്ട് അത് പുറത്തോട്ട് തരുന്നത്. So this is how we can maintain cohesion. Next you can see a decision tree to show the module cohesion. The first block is asking whether or does the module do one thing. So ആ ഒരു മോഡ്യൂൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ഫങ്ഷണൽ കോഹഷൻ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതോടെ ബ്രേക്ക് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് എപ്പോഴാണ് അത് ഫങ്ഷണൽ കോഹഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ടാസ്ക്സ് ഒക്കെ റിലേറ്റഡ് ആണോ എന്ന് നോക്കുക, ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടോ എന്ന് നോക്കുക. അവർ തമ്മിലുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് മെഷർ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഹൗ ദ ടാസ്ക് റിലേറ്റഡ് എന്ന് നോക്കുക.
their relativeness is to be found out. സോ ടാസ്ക് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡാറ്റയിൽ ഫോക്കസ് ചെയ്യും, ഒന്ന് കൺട്രോളിൽ ഫോക്കസ് ചെയ്യും, ഒന്ന് ബാക്കി രണ്ടും അല്ലെങ്കിൽ അടുത്തത് ഏതാണ്. സോ ഡാറ്റ എന്ന് പറയുന്നത് സീക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണോ, ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണോ, പിന്നെ അതല്ല ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള സാധാരണ ഉള്ള പോലെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഇനി അതെല്ലാം കൂടി ഒന്നിലേക്ക് പോകുന്നതാണ് വി ആർ ഹാവിങ് സീക്വൻഷ്യൽ കോഹഷൻ, അതല്ലെങ്കിൽ നോ കമ്മ്യൂണിക്കേഷണൽ കോഹഷൻ. ദെൻ നെക്സ്റ്റ് പ്രൊസീജിയറൽ കോഹഷൻ, നോ ഇറ്റ് ഇസ് ടെമ്പറൽ കോഹഷൻ, ലോജിക്കൽ കോഹഷൻ ആൻഡ് കോഇൻസിഡൻറ്റ് കോഹഷൻ. ഈ ഇത്രയും കോഹഷനാണ്. കോഹഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഹഷനാണ്. ഒന്ന് ചിലപ്പം പ്രോഗ്രാമിൻ്റെ ഫ്ലോയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്, ഒന്ന് ചിലപ്പം പ്രോഗ്രാമിൽ വരുന്ന ടെമ്പററി ചേഞ്ചസിനായിരിക്കും, ഒന്ന് ലോജിക്കലായിട്ട് നമ്മൾ കൊടുത്ത വാല്യൂസിനായിരിക്കും, ഒന്ന് അതിലുള്ള പ്രോഗ്രാം ഫ്ലോ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതിൽ വരുന്ന സീക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ രീതിയിലും കോഹഷൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. കോഹഷൻ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു മെനി ടൈപ്സ്. അത് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് സെക്ഷൻസിലൊക്കെ പഠിക്കും. ഇപ്പം ഈ ഒരു ഫിഗറാണ് നമ്മൾ ഒരു ഡിസിഷൻ ട്രീ പോലെ, ദിസ് ഈസ് കോൾഡ് ആസ് എ ഡിസിഷൻ ട്രീ. ട്രീ എന്ന് പറയുന്നത് സാധാരണ ഉള്ള പോലെ ഒരു റൂട്ടിനോടും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ചൈൽഡ് ഉണ്ടാവും. ഡിസിഷൻ ട്രീ എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ട്രീ, അതായത് ഏറ്റവും അവസാനമുള്ള അതിൻ്റെ ലീഫ് നോഡ്സിൽ ദെയർ വിൽ ബി ഡിസിഷൻ. സോ സ്റ്റാർട്ടിങ് ഫ്രം ദിസ് റൂട്ട് നോഡ് ഇറ്റ് ഇസ് സ്പ്ലിറ്റഡ് ഇൻ ടു 2 and then it is splitted into 3 and then it is splitted into 1 2 3 4 5 6 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 റൂട്ട് ലീഫ് നോഡ്സ് ഉണ്ട്, 6 ഡിസിഷൻസും നമുക്ക് കിട്ടും. ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ഡിസിഷൻ ട്രീ ടു ഷോ ദ മോഡ്യൂൾ കോഹഷൻ. സോ നമ്മൾ ഇനി മോഡ്യൂൾസിൽ ഹൈ കോഹഷൻ ഉണ്ടോ എന്ന് നോക്കണം. So when does the module is having high cohesion? If it keeps together things that are related to each other and keeps out other things. Cohesion may be represented as a spectrum. അതായത് നമ്മളൊരു സ്പെക്ട്രം, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് സ്പെക്ട്രം, എന്തെങ്കിലും ഒരു സ്പെക്ട്രം നിങ്ങൾ യൂസ് ചെയ്യുമ്പം നമ്മൾ അതിൽ UV റേസ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, പിന്നെ ആൽഫ റേസ്, അങ്ങനത്തെ കുറേ റേസ് എല്ലാം നമ്മളൊരു സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ അസൈൻ ചെയ്യും. കാരണം എന്താ, അതെല്ലാം റേസ് ആണ്. ഇറ്റ് ഹാവ് ദ സെയിം പ്രോപ്പർട്ടി, ഓൺലി ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് സം ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ഇറ്റ് വാല്യൂസ്. അപ്പോൾ എല്ലാം റേസ് തന്നെയാണ്, എല്ലാം ഇസ് റെഫറൻസിങ് അണ്ടർ എ സിംഗിൾ സ്പെക്ട്രം. അപ്പോൾ അതുപോലെ നമ്മുടെ മോഡ്യൂൾസിന് ഹൈ കോഹഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്, നമുക്ക് എല്ലാ ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ഒരുമിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരേപോലെ ബിഹേവ് ചെയ്യാത്തതിനെ എടുത്ത് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരേപോലെ കാര്യത്തിന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് മോഡ്യൂൾ ചെയ്യുമ്പോൾ that module will be having high cohesion, and this is the type and this is the thing that we can imply to that. നമുക്ക് അങ്ങനെയാണ് മോഡ്യൂൾസിന് ഹൈ കോഹഷൻ കൊടുക്കാൻ പറ്റുന്നത്. എന്തും ഒരേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിൻ്റെ അണ്ടറിൽ റെഫർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അറേ യൂസ് ചെയ്യുമ്പം അറേസിലെല്ലാം നമ്പേഴ്സ് ആയിരിക്കും, എല്ലാ നമ്പേഴ്സും കൂടി വി ക്യാൻ റെഫറൻസ് അണ്ടർ സിംഗിൾ ഡാറ്റ ടൈപ്പ്. അതാണല്ലോ അറേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്പെക്ട്രം, എല്ലാ റേസും നമുക്ക് ഒരു സ്പെക്ട്രത്തിൻ്റെ അണ്ടറിൽ റെഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോഡ്യൂൾസ് എന്ന് പറയുന്നത് എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ then we can imply that the module will be having high cohesion. Next we can find out what are all the different types of cohesion. So ഒരു മോഡ്യൂള് അത് ലോജിക്കലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആ മോഡ്യൂളിന് പറയുന്നതാണ് the module that perform tasks that are related logically is known as logically cohesive. അപ്പോൾ ആ ഒരു മോഡ്യൂൾ നമുക്ക് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ we can say that module is logically cohesive. പിന്നെ ഒരു മോഡ്യൂളിന് തന്നെ കുറച്ച് ഫാക്റ്റായിട്ട് റിലേറ്റഡ് ആണ്, എന്നിട്ട് അവർ ഒറ്റയടിക്ക് സെയിം സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ അവരെ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ മോഡ്യൂളിൽ എക്സിബിറ്റ് ടെമ്പറൽ കോഹഷൻ. ദാറ്റ് ഈസ് വി ആർ ഹാവിങ് സർട്ടൻ ടാസ്ക് ആൻഡ് ദിസ് ടാസ്ക് ആർ ബീൻ related to some other fact and this task are to be run at the same time, executed at the same time. അങ്ങനെ ഉണ്ടാകുമ്പം ആ മോഡ്യൂൾ ടെമ്പറൽ കോഹഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് യു ഹാവ് കോഇൻസിഡൻ്റലി കോഹസീവ്. അതായത് നമ്മളൊരു ലോ എൻഡിൽ നോക്കുമ്പം ഒരു മോഡ്യൂൾ ഉണ്ട്, അത് എല്ലാ സെറ്റ് ഓഫ് ടാസ്കും പെർഫോം ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അത് ലൂസ്ലി ആണ്. ദാറ്റ് ഈസ് വി കനോട്ട് റിലേറ്റ് ദം ഈച്ച് അതർ. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത്ര സ്ട്രോങ് റിലേഷൻഷിപ്പ് അല്ല, ജസ്റ്റ് ഒരു ലൂസ്ലി റിലേഷൻഷിപ്പ്. ആൻഡ് ദെൻ വി കോൾ ഇറ്റ് ആസ് coincidentally cohesive. So next the other types are specific order or procedural cohesion. Procedural cohesion എന്ന് പറയുമ്പോൾ നമ്മൾ എലിമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും, അതിന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഒരു സ്പെസിഫിക് ഓർഡർ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു പ്രൊസീജിയറൽ കോഹഷൻ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ദ ഫിഫ്ത്ത് വൺ ഇസ് ദ കമ്മ്യൂണിക്കേഷണൽ കോഹഷൻ.
കമ്മ്യൂണിക്കേഷൻ കോഹഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സിങ് എലിമെൻറ്റ്സും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഏരിയ വെച്ച് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കമ്മ്യൂണിക്കേഷൻ കോഹഷൻ എന്ന് പറയുക. ഡാറ്റ സ്ട്രക്ചർ നിങ്ങൾക്ക് യൂഷ്വലി അറിയുന്ന പോലെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, സാധാരണ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ഇല്ലേ, അത് തന്നെ. അപ്പോൾ അതിൽ വരുന്ന പ്രോസസ്സിങ് എലിമെൻറ്റ്സ് എല്ലാം ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഏരിയയിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കമ്മ്യൂണിക്കേഷൻ കോഹഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, ഹൈ കോഹഷൻ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മോഡ്യൂൾ ദറ്റ് പെർഫോം വൺ ഡിസ്റ്റിങ്ക്ട് പ്രൊസീജിയറൽ ടാസ്ക്. പ്രൊസീജിയറൽ ടാസ്ക് തന്നെ കുറേ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ചെയ്യുമ്പം നമ്മളതിനെ ഹൈ കോഹഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയും. കാരണം നമുക്കതിനെ എങ്ങനെയാണ് അതിനെ സ്പെസിഫിക് ഓർഡറിൽ ചെയ്യാൻ പറ്റും, അതിലെ ടാസ്ക് ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസിങ് ദാറ്റ് ഹൈ കോഹഷൻ ഇസ് ബീങ് ക്യാരക്ടറൈസ്ഡ് ബൈ ദാറ്റ് മോഡ്യൂൾ. നെക്സ്റ്റ് യു ഹാവ് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് മെഷർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കപ്ലിംഗ്. ബേസിക്കലി ഇറ്റ് മെഷേഴ്സ് ഇൻ്റർ കണക്ഷൻ എമംഗ് മോഡ്യൂൾസ്. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈനിൽ വരുമ്പം കപ്ലിംഗ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കണം. നേരത്തെ പഠിച്ച കോഹഷൻ ഹൈ ആയിരിക്കണം, അതേസമയം ഇവിടെ കപ്ലിംഗ് ലോ ആയിരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിഗ്രി, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിഗ്രിയാണ് ടു വിച്ച് എ മോഡ്യൂൾ ഇസ് കണക്റ്റഡ് ടു അതർ മോഡ്യൂൾ ആൻഡ് ടു ദ ഔട്ട്സൈഡ് ഓഫ് വേൾഡ്. അപ്പം നമ്മൾ എപ്പോഴും സിംഗിൾ മൈൻഡഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ മറ്റേ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം അവിടെ കപ്ലിംഗ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കപ്ലിംഗ് കുറയ്ക്കണം. അതായത് ഓരോ ഫംഗ്ഷനും അവരുടെ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അത് കൂടാണ്ടുള്ള വേറെ ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ മോഡ്യൂൾസിനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ്സ് വൈ വി ഷുഡ് റെഡ്യൂസ് ദ കപ്ലിംഗ് ആൻഡ് വി ഷുഡ് ഗെറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കപ്ലിംഗ്, since it is a quantitative degree to which a module is connected to other module and also to the outside world. അപ്പോൾ സിമ്പിൾ കണക്ടിവിറ്റി എന്ന് പറയുന്നതല്ല, അതുപോലെ തന്നെ സിമ്പിൾ കണക്ടിവിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും എമംഗ് ദ മോഡ്യൂൾ, ആൻഡ് ഇറ്റ് ഓൾസോ റിസൾട്ട് ഇൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതും കപ്ലിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. യു ക്യാൻ സീ എ ഫിഗർ. ഇവിടെ ഫസ്റ്റ് എ ഉണ്ട്, ബി സി ഉണ്ട്. സോ എ ഒരു നോഡാണ്. എയിൽ നിന്ന് ഒരു ബിയിലേക്ക് ഡാറ്റ സ്ട്രക്ചർ പോസിബിൾ ആണ്, ആൻഡ് എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഡാറ്റ വേരിയബിൾ ഫങ്ഷനിങ് ഉണ്ട്. സോ ഇവിടെ ഡി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു പാത്താണ്. അപ്പം എയും ഡിയും കപ്ലിംഗ് നടക്കുന്നില്ല. കാരണം എന്താ, എ ഈസ് നോട്ട് കണക്റ്റഡ് ടു ഡി ഡയറക്ട്ലി, ബട്ട് സ്റ്റിൽ വേറെ ഏതോ രീതിയിൽ മേലെ കണക്ഷൻസ് ഉണ്ടാവും, ബട്ട് ഡയറക്റ്റിംഗ് കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഡയറക്റ്റ് കപ്ലിംഗ് ഇല്ലാത്തത്. നെക്സ്റ്റ് യു ഹാവ് ഡി ടു ഇ ആൻഡ് എഫ് ടു ജി, ജി ടു ഇ ടു ജി, ഇ ടു എച്ച്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഐ ടു ജെ, ദെൻ ഐ ടു കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഡാറ്റ എടുക്കുന്നുണ്ട്, അതായത് ഗ്ലോബൽ ഡാറ്റ ഏരിയയിലേക്ക് ഇവർ ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് നമ്മൾ അവിടെ ഡയറക്റ്റ് കപ്ലിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം എല്ലാം ഒന്നിൽ ആക്സസ് ചെയ്യുന്നുള്ളത് കുഴപ്പമില്ല, ബട്ട് ഒന്നും വേറൊരെണ്ണവും ഡിപ്പെൻഡൻ്റ് ആവാൻ പാടില്ല. ദാറ്റ് ഈസ് മെൻ ബൈ കപ്ലിംഗ്. നെക്സ്റ്റ് വി ക്യാൻ സീ സം ടൈപ്സ് ഓഫ് കപ്ലിംഗ്. കോഹഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ കപ്ലിങ്ങും ക്ലാസിഫൈ ചെയ്യാം. കപ്ലിംഗ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ പാസേജ് ഓഫ് കൺട്രോൾ ബിറ്റ്വീൻ ദ മോഡ്യൂൾസ്. അപ്പം നമുക്ക് മോഡ്യൂൾ സി സബോർഡിനേറ്റ് ടു മോഡ് 8 ഇസ് ആക്സസ്ഡ് വയ കൺവെൻഷണൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ത്രൂ വിച്ച് ദ ഡാറ്റ ഇസ് പാസ്ഡ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട അതിൽ ആ ഒരു സിമ്പിൾ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ട്, അതിന് ലോ കപ്ലിംഗ് ആണെന്ന് പറയാം. പിന്നെ അത് ഗ്ലോബൽ ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദാറ്റ് പ്രസൻറ്റ് ലോ കപ്ലിംഗ് കോൾ ഡാറ്റ കപ്ലിംഗ് ഇസ് എക്സിബിറ്റഡ്. അപ്പോൾ ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ പോർഷൻ നമ്മൾ ഒരു മോഡ്യൂൾ ഇൻ്റർഫേസ് ചെയ്യുമ്പോഴാണ് അവിടെ സ്റ്റാമ്പ് കപ്ലിംഗ് ഒക്കർ ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, എ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ത്രൂ ആണ് ബിയിലേക്ക് പോകുന്നത്, എ എന്ന് പറയുന്നത് സിയിലൂട്ടിയാണ് വേരിയബിൾസിലേക്ക് പോകുന്നത്. സോ വെൻ എ പോർഷൻ ഓഫ് ദാറ്റ് ഡാറ്റ സ്ട്രക്ചർ ഇസ് പാസ്ഡ് വയ എ മോഡ്യൂൾ ഇൻ്റർഫേസ്, then we called as that a stamp coupling is being occurred. Next you can see control flag. Control flag എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, അത് നമുക്ക് ഡിസിഷൻ കൺട്രോൾ ചെയ്യാൻ സബോർഡിനേറ്റും സൂപ്പർ ഓർഡിനേറ്റും തമ്മിൽ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിയുടെ ചൈൽഡാണ് ഇ ആൻഡ് ഇൻ്റെ പാരൻ്റ് ആണ് ഡി. സോ അവർ തമ്മിലുള്ള എന്തെങ്കിലും വേരിയബിൾസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ കപ്ലിങ്ങിൽ നമുക്ക് കൺട്രോൾ ഫ്ലാഗ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ടൈപ്സ് ഓഫ് കപ്ലിംഗ് ഇസ് ഹൈ കപ്ലിംഗ്, കോമൺ കപ്ലിംഗ്, കണ്ടന്റ് കപ്ലിംഗ് ആൻഡ് എക്സ്റ്റേണൽ കപ്ലിംഗ്. ഹൈ കപ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡ്യൂൾസ് എല്ലാ മോഡ്യൂൾസും ഒരു ഗ്ലോബൽ ഡാറ്റ ഏരിയ റെഫറൻസ് ചെയ്യുമ്പം അവിടെ ഹൈ കപ്ലിംഗ് വരും. നെക്സ്റ്റ് കോമൺ കപ്ലിംഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോഡ്യൂൾസ്, നമ്മൾ ഓരോ ഡാറ്റ ഐറ്റം നമുക്ക് ആക്സസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതെല്ലാം ഗ്ലോബൽ ഡാറ്റ ഏരിയയിലാണ് ഉള്ളത്. സോ അങ്ങനെ കുറച്ച് ഏരിയാസ് മാത്രം അത് ഗ്ലോബലി അവൈലബിൾ ആകുമ്പം അത് നമ്മൾ കോമൺ കപ്ലിംഗ് എന്ന് പറയും. സോ ഇവിടെ എല്ലാവരും കൂടി ഗ്ലോബൽ ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്, ബട്ട് എഫും എച്ചും ജെയും ബിയും ഒന്നും ആക്സസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ആക്സസ് ചെയ്യുമ്പോഴാണ് അത് ഹൈ കപ്ലിംഗ് ആവുന്നത്. ഇവിടെ സിയും ജിയും
കെയും മാത്രമാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ആസ് കോമൺ കപ്ലിംഗ്. നെക്സ്റ്റ് കണ്ടന്റ് കപ്ലിംഗ് വരുന്നത് ഒരു മോഡ്യൂളിൽ ഡാറ്റയും അല്ലെങ്കിൽ കൺട്രോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് വേറൊരു മോഡ്യൂളിൻ്റെ കുറച്ച് ടേംസും കൂടി വരുമ്പോഴാണ് അതിനെ കണ്ടന്റ് കപ്ലിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കപ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് മോഡ്യൂൾസ് ഉണ്ട്, അവരൊക്കെ ഒരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ എൻവയറമെൻറ്റിൽ നമ്മൾ ടൈ ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റേണലി എൻവയറമെൻ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോൾ വി കോൾ ഇറ്റ് ആസ് എക്സ്റ്റേണൽ കപ്ലിംഗ്. സോ ദീസ് 4 ആർ ദ ടൈപ്സ് ഓഫ് കപ്ലിംഗ്. നെക്സ്റ്റ് വരുന്നത് അൺകപ്ലിംഗ്. ബാക്കി ഇനി കുറച്ചും കൂടി ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അൺകപ്പിൾഡ്. അൺകപ്പിൾഡ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻസീസ് ഒന്നുമില്ല. ലൂസ്ലി കപ്പിൾഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിപ്പെൻഡൻസീസ് ഉണ്ട്. ഹൈലി കപ്പിൾഡ് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ മെനി ഡിപ്പെൻഡൻസീസ് ഉണ്ട്. സോ ഒരു വെരി ഗുഡ് ഡിസൈൻ വിൽ ഹാവ് ലോ കപ്ലിംഗ്, കാരണം ഡിപ്പെൻഡൻസീസ് എല്ലാം വളരെ കുറവായിരിക്കണം. എപ്പോഴും നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാക്സിമം കപ്ലിംഗ് അതനുസരിച്ച് ലോ ആക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കപ്ലിംഗ്. നെക്സ്റ്റ് യു ഹാവ് ദ സ്ട്രാറ്റജി ഓഫ് ഡിസൈൻ. പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കാം. താങ്ക് യു.